അങ്ങനെയിരിക്കെ ഒരു രാത്രി ഷെഹ്റസാദ് രാജാവിനോട് ഒരു കച്ചവടക്കാരന്റെയും ജിന്നിന്റെയും കഥ പറയാൻ തുടങ്ങി. ഇത് കേൾക്കുമ്പോ ഒരു സാധാരണ കഥയായി തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇത് കഥകൾക്കുള്ളിലെ മറ്റൊരു കഥയുടെ തുടക്കമാണ്. കഥ ഇങ്ങനെയാണ്. ഒരു പണക്കാരനായ കച്ചവടക്കാരൻ ഒരു തോട്ടത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം കുറച്ച് ഈന്തപ്പഴം കഴിച്ച് അതിന്റെ കുരു അന്ന് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ, ആ കുരു ചെന്ന് കൊണ്ടത് അവിടെയുണ്ടായിരുന്ന ഒരു ജിന്നിന്റെ അദൃശ്യനായ മകന്റെ ദേഹത്താണ്. അവനെപ്പോ തന്നെ മരിച്ചുപോയി. ഇതൊരു ചെറിയ അബദ്ധമായിരുന്നു അല്ലേ? പക്ഷെ അതിന്റെ ഫലം ഭയങ്കരമായിരുന്നു. ദേഷ്യം വന്ന ജിന്ന് ആ നിമിഷം തന്നെ കച്ചവടക്കാരനെ കൊല്ലാൻ തീരുമാനിച്ചു. കച്ചവടക്കാരൻ ജിന്നിന്റെ കാലിൽ വീണ് കരഞ്ഞു. അങ്ങനെ അയാൾക്ക് ഒരു വർഷത്തെ സമയം കിട്ടി. എന്തിനാണെന്നോ? തന്റെ കുടുംബത്തോട് യാത്ര പറയാനും സ്വത്തുക്കളൊക്കെ വീതിച്ചു കൊടുക്കാനും കടങ്ങളെല്ലാം വീട്ടാനും ഒക്കെ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ കൃത്യം ഇതേ സ്ഥലത്ത് തിരിച്ചെത്തി മരണത്തെ നേരിടണം. അതൊരു വാക്കാണ്, പാലിച്ചേ പറ്റൂ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. കച്ചവടക്കാരൻ തന്റെ വിധി കാത്ത് ആ തോട്ടത്തിലിരിക്കുക. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ 3 അപരിചിതർ അങ്ങോട്ട് വരുന്നത്. ഓരോരുത്തരുടെ കയ്യിലും ഒരു വിചിത്രമായ മൃഗങ്ങളുണ്ട്. ഒരു മാനും 2 കറുത്ത നായ്ക്കളും ഒരു കോവരുമായി. അവരാണ് ഈ കഥയുടെ ഗതി തന്നെ മാറ്റാൻ പോകുന്നത്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും രസകരമായ ഭാഗം. അവര് ജിന്നിനോട് ഒരു ഡീല് വെക്കുകയാണ്. പണമോ സ്വർണമോ അല്ല അവർ വാഗ്ദാനം ചെയ്യുന്നത്, പകരം കഥകളാണ്. ഓരോരുത്തരും ഓരോ അത്ഭുത കഥ പറയും. ആ കഥ ജിന്നിന് ഇഷ്ടപ്പെട്ടാൽ കച്ചവടക്കാരന്റെ 1/3 ഭാഗം വീതം വിട്ടുതരണം. എന്തൊരു വിലപേശലാണല്ലേ! അങ്ങനെ ആ ഡീൽ ഉറപ്പിച്ചു. ആദ്യത്തെ ഷേക്ക്, കയ്യിലൊരു മാനുള്ള ആള്, തന്റെ കഥ പറയാൻ തുടങ്ങി. ആ മാൻ എങ്ങനെയാണ് തന്റെ കൂടെ വന്നത് എന്നതിന്റെ ഒരു വിചിത്രമായ കഥ. ഷൈഖിന്റെ കഥ ശരിക്കും ഒരു മാന്ത്രിക വഞ്ചനയുടെ കഥയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മന്ത്രവാദിനിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു അടിമപ്പെണ്ണിലൊരു മകനുണ്ടായപ്പോ ഭാര്യയ്ക്ക് വല്ലാത്ത അസൂയ തോന്നി. അങ്ങനെ ഷൈഖ് ഒരു യാത്ര പോയ തക്കം നോക്കി അവൾ ആ മകനെ ഒരു പശുക്കിടവാക്കി മാറ്റി. അതും പോരാഞ്ഞ് ആ പയ്യന്റെ അമ്മയെ ഒരു പശുവായും മാറ്റി. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞതോ അടിമപ്പെണ്ണു മരിച്ചുപോയെന്നും മകൻ എങ്ങോട്ടോ ഓടിപ്പോയെന്നും ഒരു നുണയും. പക്ഷെ ഏറ്റവും ഭയാനകമായ ട്വിസ്റ്റ് അതൊന്നുമല്ലായിരുന്നു. ബലിപെരുന്നാൾ വന്നപ്പോൾ വീട്ടിലെ ഏറ്റവും തടിച്ച പശുക്കിടാവിനെ ബലി കൊടുക്കാൻ ഷേഖ് തീരുമാനിച്ചു. ആ പാവത്തിന് അറിയില്ലല്ലോ അത് സ്വന്തം മകനാണെന്ന്. അദ്ദേഹം അതിനെ കൊല്ലാനായി അടുത്തേക്ക് ചെന്നപ്പോൾ ആ പശുക്കിടാവ് മനുഷ്യരെപ്പോലെ കരയാൻ തുടങ്ങി. എന്നിട്ട് അച്ഛന്റെ കാലിൽ വന്ന് ഉരുണ്ടു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മനസ്സലിഞ്ഞില്ല. അവൾ ഒരു അന്ത്യശാസനം കൊടുത്തു. ഈ പശുക്കിടാവിനെ നിങ്ങൾ ബലി നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ ഭർത്താവല്ല, ഞാൻ നിങ്ങളുടെ ഭാര്യയുമല്ല. ഇതു കേട്ടതോടെ ഷേഖിന് വേറെ വഴിയില്ലാതായി. ഭാര്യയുടെ നിർബന്ധത്തിനു മുന്നിൽ വഴങ്ങേണ്ടി വന്നു. അവളുടെ ക്രൂരത എത്രത്തോളമുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അപ്പോഴാണ് കഥയിലൊരു പുതിയ ആള് വരുന്നത്, ഒരു രക്ഷകയെപ്പോലെ. ഷെയ്ഖിന്റെ ആട്ടിടയന്റെ മകൾ. അവൾക്കും മന്ത്രവിദ്യ അറിയാമായിരുന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ ഷൈഖിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനെ പഴയ രൂപത്തിലാക്കി തരാം, പക്ഷെ എനിക്കൊരു വിലയുണ്ട്. അവളുടെ നിബന്ധനകൾ സിമ്പിളായിരുന്നു. മകനെ തിരികെ കിട്ടിയാൽ അവനെക്കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കണം. പിന്നെ ആ ദുഷ്ടയായ ഭാര്യയെ ശിക്ഷിക്കാനുള്ള അധികാരവും അവൾക്ക് കൊടുക്കണം. ഷേഖ് എല്ലാം സമ്മതിച്ചു. അങ്ങനെ മകൻ പഴയ രൂപത്തിലേക്ക് തിരിച്ചുവന്നു. ദുഷ്ടയായ ഭാര്യയെ അവളൊരു മാനാക്കി മാറ്റി. ആ മാനാണ് ഇപ്പോൾ ഷേഖിന്റെ കൂടെയുള്ളത്. ഈ അത്ഭുത കഥ കേട്ട് ജിന്ന് കച്ചവടക്കാരന്റെ ജീവന്റെ 1/3 ഭാഗം വിട്ടുകൊടുത്തു. അപ്പോ ഒരു കഥ കഴിഞ്ഞു, ജീവന്റെ 1/3 തിരികെ കിട്ടി. പക്ഷെ ഇനിയും 2/3 ഭാഗം ബാക്കിയുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷേഖിന്റെ കഥയിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ 2 കറുപ്പ നായ്ക്കളുടെ കഥ. രണ്ടാമത്തെ ഷേഖ് പറഞ്ഞു തുടങ്ങി, എന്റെ കൂടെയുള്ള ഈ നായ്ക്കൾ, ഇവരെന്റെ സ്വന്തം സഹോദരന്മാരാണ്. കഥ ഇതാണ്. അച്ഛന്റെ സ്വത്ത് വീതിച്ചപ്പോൾ ഈ 2 സഹോദരന്മാരും അവരുടെ പങ്ക് മുഴുവൻ ധൂർത്തടിച്ചു കളഞ്ഞു. പക്ഷേ കഥ പറയുന്ന ഈ ഷേഖ് കച്ചവടം ചെയ്ത് വലിയ പണക്കാരനായി. ഓരോ യാത്ര കഴിഞ്ഞു വരുമ്പോഴും അദ്ദേഹം തന്റെ ലാഭത്തിൽ നിന്ന് ഒരു പങ്ക് അവർക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് കണ്ടിട്ട് അവരുടെ അസൂയ കൂടുകയാണുണ്ടായത്. അങ്ങനെ 6 വർഷം കഴിഞ്ഞു. അവരുടെ എല്ലാം സമ്പാദ്യം ഒരുമിച്ചു കൂട്ടിയപ്പോ 6000 ദീനാറായി. അപ്പൊ സഹോദരന്മാര് പറഞ്ഞു, നമുക്ക് ഒരുമിച്ചൊരു വലിയ കച്ചവടയാത്ര പോകാമെന്ന്. ഒരു മുൻകരുതലെന്ന നിലയിൽ നമ്മുടെ കഥാനായകൻ ആകെ സമ്പാദ്യത്തിന്റെ പകുതി, അതായത് 3000 ദീനാർ രഹസ്യമായി മണ്ണിൽ കുഴിച്ചിട്ടു. എന്തെങ്കിലും ആപത്ത് വന്നാൽ ഒരു കൈത്താങ്ങാകുമല്ലോ എന്ന് കരുതി. അങ്ങനെ അവർ കപ്പൽ യാത്ര തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന്റെ സമ്പത്തും അദ്ദേഹം വിവാഹം കഴിച്ച സുന്ദരിയായ ഭാര്യയും ആ സഹോദരന്മാർക്ക് സഹിക്കാൻ പറ്റിയില്ല.
അസൂയ മൂത്ത് ഒരു രാത്രി അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെയും ഭാര്യയെയും കടലിലേക്ക് തള്ളിയിട്ടു. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, ആ പണം. പക്ഷേ ആ സഹോദരന്മാർക്കറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം ദയ തോന്നി വിവാഹം കഴിച്ച ആ പെൺകുട്ടി ഒരു സാധാരണ സ്ത്രീയല്ലായിരുന്നു. അവളൊരു ശക്തയായ ജിന്നായിരുന്നു. അവള് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷിച്ചു. പിന്നീട് ആ ദുഷ്ടന്മാരായ സഹോദരങ്ങളെ അവൾ 2 കറുത്ത നായ്ക്കളാക്കി മാറ്റി. ആ നായ്ക്കളാണിപ്പോ എന്റെ കൂടെയുള്ളത് എന്നു പറഞ്ഞാണ് ഷെയ്ഖ് തന്റെ കഥ നിർത്തിയത്. ഈ അത്ഭുതകഥയും ജിന്നിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കച്ചവടക്കാരന്റെ ജീവന്റെ അടുത്ത 1/3 ഭാഗം കൂടി അയാൾക്ക് തിരികെ കിട്ടി. ഇനി ഒരു കഥ കൂടിയേ ബാക്കിയുള്ളൂ.